ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, കുട്ടികൾ എത്രയെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക. കുറേ ഇരുന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ മടുത്തു കേട്ടോ, എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും വീടിൻ്റെ അടുത്ത് തന്നെ പാർക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ. നമ്മുടെ തിരുവില്ലാമലയിൽ കാട്ടുകുളത്ത് ആനമല ഹോം സ്റ്റേജിൽ പാർക്കും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ ആവട്ടെ ഇന്നത്തെ യാത്ര എന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. പിന്നെ സ്വന്തം കെട്ടിയവൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പാർക്ക് തുടങ്ങിയാൽ നമ്മൾ എന്തായാലും പോകണമല്ലോ. കുട്ടികളെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ അവരുടെ ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കുട്ടികൾ 4-5 കുട്ടികളുണ്ടായിരുന്നു വീട്ടിനുള്ളിൽ. അപ്പോൾ എല്ലാവരെയും പെറുക്കി നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക് ആനമലയ്ക്ക് വിട്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ നടന്നു പോകാനുള്ള നേരായ വഴിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാട്ടുവഴി കൂടെയൊക്കെ കയറിയിട്ടാണ് പോയത്. നല്ല വഴി പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ പാർക്കിൻ്റെ പണികളൊക്കെ. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടില്ല. നമ്മൾ ഉള്ളതിലൊക്കെ ഒന്ന് അവർക്ക് കളിക്കാൻ കാര്യങ്ങളും ചെയ്യാലോ പണ്ട് പോയി കേട്ടോ. ഇവനും കൂടി കളിക്കാൻ പറ്റുമെന്ന ലെവലിലാണ് പോയി വെച്ചാലും എല്ലാം കണ്ടപ്പോൾ ആൾ പേടിച്ചു. ഇത് പിന്നെ ഒന്നിലേക്കും കയറാതെ പിന്നിലേക്ക് മാറി നിന്നു കേട്ടോ. പക്ഷേ ചേച്ചിയുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ കുട്ടിക്ക് ആകെ 3 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആൾ ഭയങ്കര കണ്ടോ ഉരുസി ഇറങ്ങുന്നത് കണ്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൽ കളിക്കാനൊക്കെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഒരു വൈകുന്നേരത്ത് തുടങ്ങി ഒരു 4 മണി തൊട്ട് 7 മണി വരെയൊക്കെയാണ് അവരുടെ ടൈമിങ്. അപ്പോൾ ആ ഒരു സമയത്ത് പോകുകയാണെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലാണ്ട് നല്ലോണം കുറച്ച് നേരം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ ചാടുന്നതിലൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എല്ലാത്തിലും നമ്മൾ അവനെ കയറ്റാൻ നോക്കി, ഇതിലൊന്ന് നിന്നു. പക്ഷേ ആൾക്ക് പേടിയായിട്ടോ, അതിങ്ങനെ ഇളകുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പേടി. അപ്പോൾ പിന്നെ വേഗം ഇറങ്ങി. പക്ഷേ മറ്റൊരു 3 പേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഇവരല്ലാണ്ട് വേറൊരു കുട്ടിയും കൂടി അതിലുണ്ടായിരുന്നു കേട്ടോ. അവർ കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. ഇവനൊക്കെ പിന്നെ വെള്ളത്തിൽ കാണുമ്പോൾ വെള്ളത്തിൽ കളിക്കാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷേ അവനിറങ്ങാൻ പറ്റിയ വെള്ളമായിരുന്നില്ല. അതിൽ മറ്റേ ഈ ബോട്ടൊക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ 3 പിന്നെ അതിലൊക്കെ കളിച്ച് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർക്ക്. പാവം ഇതിന് ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ ആൾക്ക് ഭയങ്കരമായിട്ട് കുറേ നേരം ശ്രമിച്ചു വെച്ചാലും നടന്നില്ല. പിന്നെ അവർക്ക് അതിലിങ്ങനെ ചവിട്ടുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഉരുണ്ട് പോകുന്നത്, ഇതിലായിരുന്നു കേട്ടോ. വൻ കോമഡി ആയിരുന്നു അതിൽ കളിക്കുന്നുണ്ടായിരുന്നത്. അതിൽ ഉരുട്ടാനനുസരിച്ചിട്ട് അവർ വീഴും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ തലകുത്തി മറിയും. അത് അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു ബോട്ടിൽ ഒരാൾക്ക് എന്നുള്ള ലെവലാണ് കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തന്നെ കൈ കൊണ്ട് തുഴയുന്ന പോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. എന്നാലും പക്ഷേ ആദ്യം കിടന്നിട്ട് ചേച്ചിയുടെ കുട്ടി കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളേനെ നമ്മൾ കുട്ടൻ്റെ കൂടെ കയറ്റി വിട്ടു. ചിന്നുൻ്റെ കൂടെ കയറ്റി കഴിഞ്ഞാൽ വെയിറ്റ് ബാലൻസ് ആവില്ലല്ലോ. പണ്ട് പിന്നെ ചെറിയ അവൻ്റെ അടുത്താവുമ്പോൾ കുഴപ്പമില്ലല്ലോ, അവൻ്റെ കൂടെ കയറ്റി. അപ്പോൾ അവൾക്ക് പിന്നെ അവൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പക്ഷേ ഇവനെ നമുക്ക് അങ്ങനെ കയറ്റി വിടാൻ പറ്റില്ല. ഇവൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് തിരിയും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചാട് വീട് എന്തെങ്കിലും ചെയ്താലൊന്നും പഠിച്ചിട്ട് നമ്മൾ അവനെ കയറ്റിയില്ല. എന്നാലും കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ നമ്മൾ ദയനീയമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊടുക്കുന്നത്, എനിക്ക് കളിക്കാൻ ഒന്നും പറ്റുന്നില്ലോ എന്നുള്ളത് പോലെ. അപ്പോൾ പിന്നെ ഏട്ടൻ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. അതിൽ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വെച്ചു. പക്ഷേ അതൊരു പണിയായിരുന്നു. പിന്നെ അവിടുന്ന് കയറാനായിരുന്നു അവനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാർക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 6:30-7 മണിയോളമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും ഇതുവരെ വന്നില്ല, ഇനി അവിടുത്തെ സ്ഥലവും അവിടുത്തെ സ്റ്റേ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടെയൊക്കെ നടന്നു. നേരെ നമ്മൾ ഈ കുട്ടികൾക്കുള്ള പൂളിൻ്റെ പുറമെ അവിടെ ശരിക്ക് വലിയവർക്കുള്ള പൂളുണ്ട്. അതിൽ നീന്തൽ അക്കാദമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആഫ്രിക്കൻ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. നമ്മുടെ വിധുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്ന് ഫാനിനൊക്കെ ടാറ്റ കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോയത് പൂളിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ. ആ പൂള് കാണാൻ ആ ഒരു രാത്രിയത്തെ ആംബിയൻസിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവർ നിറയെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ നമുക്ക് ഐ ലവ് തിരുവില്ലാമല എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമിനുള്ള ഒരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഫംഗ്ഷൻസൊക്കെ നടക്കുന്ന ഹാളാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ. പൂൾ സൈഡ് പാർട്ടി ചേർത്താനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ അവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കാണുമ്പോഴും പിന്നെ ഇങ്ങനെ നടക്കാൻ കുറേ സ്ഥലം കിട്ടുമ്പോഴേ അവന് ഓടി നടക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ അവർ കുറച്ച് നേരം അങ്ങനെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ പോണ വഴിക്ക് അവരുടെ ഭംഗിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി. പിന്നെ നേരെ നമ്മൾ അവരുടെ ഫ്രണ്ടിലേക്കാണ് പോയത്. അവിടെ നമ്മുടെ ഫ്രണ്ടിലും ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായില്ല, ആനമല എന്നൊക്കെയുള്ള പോലെ. ഇതൊരു പഴയ തറവാടാണ് കേട്ടോ. ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു പഴയ തറവാടാണ്. അതിനെ അവർ മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറേ വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ ചില റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോരുക ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.